മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെ ആ കൊടും ക്രൂരതയിൽ മഹാലക്ഷ്മി ആണെങ്കിൽ ICUവിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. കണ്ണനോട് ഈ സമയത്ത് മഞ്ജു ഉള്ള സത്യം തുറന്നു പറയുന്നുണ്ട്. കരുണ മഹാലക്ഷ്മിയെ ഉന്തി വീഴ്ത്തിയതാണെന്ന്. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അനന്ത് ചോദിക്കുന്നുണ്ട് അവളവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അതറിയില്ല, ഞാൻ ആ തിരക്കിൽ ശ്രദ്ധിച്ചില്ല എന്ന്. പിന്നീട് അനന്തു ആണെങ്കിൽ ഞാൻ ലേഖയെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അനന്ത് വീട്ടിൽ ചെന്നതും ലേഖയോട് പെട്ടെന്ന് തന്നെ റെഡിയാകും, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ലേഖയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് എന്ത് പറ്റി അനന്ത് കേട്ടാന്ന് ചോദിക്കുമ്പം അത് കണ്ണനും മഹിയും എല്ലാ കാര്യങ്ങളും കുറച്ച് ലാഘവത്തിലല്ലേ കണ്ടത്. കരുണയെ അത്രയും കഷ്ടപ്പെടുത്തുകയും പണിയെടുപ്പിക്കുകയും ചെയ്തപ്പം അവളുടെ മനസ്സിലൊരു കൊലയാളി ഉണ്ടെന്ന് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ മഹിക്ക് ഇത്തിരി അപകടം പറ്റിയിരുന്നു. ആ സമയത്ത് എന്താ അനന്ത് കേട്ടാ എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ മഹി കരുണയായിട്ട് സംസാരിച്ചിട്ട് താഴോട്ട് ഇറങ്ങാൻ പോയ സമയത്ത് കരുണ മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. അത് കേട്ടതും നമ്മളുടെ ലേഖയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് മഹിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം മഹി ഇപ്പോൾ ICUവിലാണ്, മഹീനെ മേളിൽ നിന്നാണ് അനന്തോട്ട തള്ളിയിട്ടതെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല ലേഖ, എന്തായാലും മേളിൽ നിന്നായിരിക്കും അവൾ തള്ളിയിട്ടത്, അവൾ മേളിൽ തന്നെയായിരുന്നു നിൽക്കണം. അവളുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുണ്ടെന്നൊന്നും മഹി വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും മഹി അവളുടെ ചേച്ചിയല്ലേ, അവളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് അനന്തോട്ടനോട് പറഞ്ഞതല്ലേ, ഞാനൊരു സ്വപ്നം കണ്ടു, അതും ദുസ്വപ്നമാണ്, അതുപോലെ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് മഹിയെ ഇങ്ങോട്ട് കൊണ്ടു വിടാൻ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അനന്തോട്ടൻ എന്നെ പരിഹസിക്കുകയല്ലായിരുന്നോ, ഇപ്പം കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനന്തോട്ട, മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ലേഖ, മഹി നിലവിൽ ICUവിലാണ്, മഹിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല, വീഴ്ചയുടെ ആഘാതത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്നും അറിയില്ല. അന്നേരം ഈ ലേഖ ചോദിക്കുന്നുണ്ട് ഈ കരുണ തള്ളിവിട്ട കാര്യം കണ്ണേട്ടനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു അന്നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മഞ്ജു തന്നെ കണ്ണനോട് വിവരമൊക്കെ പറഞ്ഞു. ഏതായാലും മഞ്ജു അവിടെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ മഹിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ആ അമ്മയും മകനും മരുമകളും കൂടി രഹസ്യമാക്കി വെച്ചേനെ. എന്തായാലും മഞ്ജുവിനെ അവിടെ കൊണ്ടു നിർത്താൻ തോന്നിയത് ഭാഗ്യെന്ന്. എന്തായാലും നീ വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നും പറഞ്ഞ് അനന്ത് ലേഖയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മഞ്ജു വന്നിട്ട് പറയുന്നുണ്ട് കണ്ണേട്ട, ഇന്ന് ഞാനും കൂടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏടത്തിയുടെ അവസ്ഥ എന്താവുമായിരുന്നു, ആ കരുണ ഉന്തി വിട്ടത് എൻ്റെ അമ്മയും ആങ്ങളെയും കണ്ടാലും ഏടത്തി അവർ മൈൻഡ് ചെയ്യൂലായിരുന്നു, ഏടത്തി അവിടെ കിടന്ന് മരിച്ചു പോയേനേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇത്രയും നാളും ഞാൻ എൻ്റെ രണ്ടാനമ്മയാലോ കൂടപ്പിറപ്പാലോ എന്നൊക്കെ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിട്ടത്, ഇനി എന്തായാലും അതുപോലെ ഒന്നും ചെയ്യാൻ പോണില്ല. ഇപ്പം തന്നെ കരുണയുടെ ജീവിതം തകരരുതെന്ന് കരുതിയ മഹി പലതിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തിയത്, എന്നിട്ടും അവൾ എൻ്റെ മഹിയെ ഇല്ലാതാക്കാൻ നോക്കി. ഒരമ്മയ്ക്ക് ജനിച്ച മക്കളല്ലേ രണ്ടുപേരും, എന്നിട്ട് അവൾക്ക് ഇത്രയും വൈരാഗ്യം മഹിയോട് എന്തിനാണ്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ ദുഷ്ടത മാത്രമേ ഉള്ളൂ കണ്ണേട്ട, അവരുടെ അച്ഛനും മുത്തശ്ശിയും അവരെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. പിന്നീട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയും ആങ്ങളെയും എല്ലാവരും അവർക്ക് അതിന് സപ്പോർട്ട് നിന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെ ഉണ്ണീനെയാണ്. ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് അമ്മ അവർക്കും അവരുടെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പം അത് ചാവാണെങ്കിൽ ചാവട്ടയുടെ ഉണ്ണി, അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനം കിട്ടുമല്ലോ, ഇനി അവൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ വിവാഹം കഴിക്കാനൊന്നും പോകില്ല, അതോടുകൂടി സ്വത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും, സ്വത്തൊക്കെ നമുക്ക് തന്നെ കിട്ടുമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്നാലും കരുണ ഇതുപോലൊരു പണി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മേ, കരുണയ്ക്ക് അവളുടെ ചേച്ചിയോട് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും ഇതുപോലൊരു ക്രൂരത ചെയ്യാൻ മനസ്സനുവദിക്കണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് കരുണമോള് സഹി കെട്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്, കുറേ ദിവസമായില്ലേ മോളെ വിട്ടിട്ട് കഷ്ടപ്പെടുത്തണു, എന്തായാലും അവൾ പേടിച്ചിട്ടായിരിക്കും അപ്പം തന്നെ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറയുമ്പോൾ കരുണ ഉന്തിയിരുന്നത് മഞ്ജു കണ്ടായിരുന്നല്ലോ, എന്തായാലും കണ്ണനോട് പറയാതിരിക്കില്ലല്ലോ, അത് പിന്നെ കേസും പ്രശ്നമൊക്കെ ആവും, എന്തായാലും കരുണ ചിലപ്പോൾ ജയിലിൽ പോകേണ്ട വരും. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് മഞ്ജു ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ തനിയെ വീണതാന്ന് പറയായിരുന്നു, ഇതിപ്പോൾ സാക്ഷിയായിട്ട് മഞ്ജു ഉണ്ടല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിനെയാണ്. മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ഫോൺ എടുക്കാണ്ടാവുമ്പോൾ മോളെന്തായിരിക്കുമോ ഫോൺ എടുക്കാത്ത, ഇനി കരുണ മോളെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ടൊക്കെ വന്നേക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തായാലും കണ്ണനെ വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് മോഹിനിയാണെങ്കിൽ ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മോഹിനിയുടെ ഫോൺ വരുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും മഹിയുടെ അമ്മയല്ല വിളിക്കണേന്നും പറഞ്ഞ് കണ്ണൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ഫോൺ എടുത്തതും മോൾക്ക് വിളിച്ചിട്ട് മോൾ ഫോൺ എടുക്കണില്ല, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇവിടെ കരുണയാണെങ്കിൽ വന്നിട്ടുണ്ട്, അവളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഹി ഇപ്പോൾ ആസ്പത്രിയിലാണ്, എന്ത് പറ്റി മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നുമില്ല അമ്മേ, ആ കരുണയില്ലേ അവൾ ഇന്ന് രാവിലെ മഹിയെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്ക് ഇട്ടുവെന്ന്.
ആ സമയത്ത് മോഹിനിക്കാണെങ്കിൽ നല്ല പേടിയും സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, മോനെ എന്നിട്ട് മോൾക്ക് എന്താ പറ്റിയ, മോൾക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളിപ്പോൾ ICUല, അയാളുടെ കാര്യത്തിൽ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിക്കാൻ ഡോക്ടർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും മോഹിനി പറയുന്നുണ്ട്, കരുണയുടെ രാവിലത്തെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പന്തിയല്ലാന്ന് തോന്നിയിരുന്നു. അവളുടെ ഭാവവും പെരുമാറ്റവും ഒക്കെ ഭയങ്കര ഭീകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവൾ ഇതുപോലൊരു ചതി എൻ്റെ കുഞ്ഞിനോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാൻ മോനെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഫോൺ വയ്ക്കുന്നുണ്ട്. മോഹിനി ഫോൺ വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് കരുണ അങ്ങോട്ട് വരുന്നത്. കരുണേനെ കണ്ടതും മോഹിനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് മോഹിനി ചെന്നിട്ട് കരുണയോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാടി എൻ്റെ മോളിൽ നിന്ന് തള്ളിയിട്ടേന്ന് ചോദിക്കുമ്പം അവൾ ചാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവളും അവളുടെ കുഞ്ഞും ഇനി ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന്. ആ സമയം മോഹിനിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി കരുണയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞടി, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ട് നീ ഇങ്ങോട്ട് വന്നേക്കണോ, നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതിനിത് അമ്മയുടെ മാത്രം വീടല്ലല്ലോ, എൻ്റെ അച്ഛൻ്റെയും കൂടി വീടല്ലേ, അതുകൊണ്ട് അമ്മ പറഞ്ഞാലൊന്നും ഞാൻ ഇറങ്ങി പോവില്ല. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടി സ്വന്തം കൂടപ്പുറപ്പിനോട് ഈ ക്രൂരത ചെയ്യാമെന്ന് വയ്ക്കുമ്പോൾ അവൾ കുറേ ദിവസമായില്ലേ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തണോ, ഞാനിവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവളങ്ങനെ മഹാറാണിയെക്കുട്ടി ജീവിക്കേണ്ട, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്തായാലും അവളും അവളുടെ കുഞ്ഞും ഈ ലോകത്തുനിന്ന് പോയി കാണും ഇപ്പോൾ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ലടി, അത് നീ ഓർത്തോന്നും പറഞ്ഞ് ഈ കരുണക്കെട്ട് നല്ല അടി അടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണൻ്റെ അടുത്തേക്ക് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടാ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാനൊന്ന് തോമസ് ഡോക്ടറെ വിളിച്ച് വിവരം പറയട്ടെ. ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാ ഡോക്ടറുടെ സഹോദരിയ എലിസബത്ത് ഡോക്ടർ. എന്നാൽ കണ്ണേട്ടന് ഇപ്പോൾ തന്നെ തോമസ് ഡോക്ടറെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുന്നു. അങ്ങനെ കണ്ണൻ ഫോണെടുത്ത് തോമസ് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. തോമസ് ഡോക്ടർ ആണെങ്കിൽ രോഗികളെ പരിശോധിച്ചിരിക്കുന്ന സമയത്താണ് കണ്ണൻ്റെ കോള് വരുന്നത്. കോള് കണ്ടതും കണ്ണനല്ല വിളിക്കണേ, എന്തായിരിക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ തോമസ് ഡോക്ടർ ഫോൺ എടുത്തിട്ട് എന്താ കണ്ണാന്ന് ചോദിച്ചതും ഡോക്ടറെ മഹിക്കൊരു അപകടം പറ്റിയിരുന്നു. അത് കേട്ടതും ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ അപകടമാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിലേക്കൊന്ന് വാ, മഹി ഇവിടെ ICUല, കൂടുതലൊന്നും പറയാൻ നേരമില്ല, ഡോക്ടർ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് എത്തണമെന്ന്. അങ്ങനെ തോമസ് ഡോക്ടർ ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തും ലേഹയും ആസ്പത്രിയിൽ വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കണ്ണേട്ടനോട് മഹി അവിടെ നിർത്തരുതെന്ന്, ഇന്ന് തന്നെ ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ലേഹ എന്നോട് രാവിലെ തൊട്ട് പറഞ്ഞതാ മഹീനെയും കൂടി വിളിച്ചു വരുത്ത് അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന്, അന്നേരം ഞാൻ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൾ ഇതുപോലെ ഒരു ദുഷ്ട മനസ്സാണെന്ന് ഞാൻ ഓർത്തില്ല. എന്തായാലും അവളുടെ അച്ഛനെയും മുത്തശ്ശീനെയും പോലെ തന്നെ അവൾക്കും കൊലയാളി മനസ്സാണ്. ഇനിയിപ്പോൾ സംഭവിച്ചു, എങ്ങനെയെങ്കിലും മഹിയുടെ ജീവൻ രക്ഷിക്കണമെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ട ഇനി ഒരിക്കൽ പോലും ഒരു ദിവസം പോലും എൻ്റെ അമ്മേനെയോ ആങ്ങളേനെയോ നാത്തൂനെയോ ആ വീട്ടിൽ കണ്ണേട്ടൻ താമസിപ്പിക്കരുത്, എല്ലാവരെയും അതിൽ നിന്ന് അടിച്ചിറക്കണം. ആ സമയം ലേഹയും പറയുന്നുണ്ട്, അത് തന്നെ വേണ്ട കണ്ണേട്ട, ഇനി ഒരിക്കലും അവരെ അവിടെ താമസിപ്പിക്കരുത്, ഇത്ര വലിയ ക്രൂരത ചെയ്തവരെ എന്ത് വിശ്വസിച്ച് അവിടെ താമസിപ്പിക്കണമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും മഹിയുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ആ സമയം തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. തോമസ് ഡോക്ടർ വന്നതും കണ്ണനോട് ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം മഞ്ജു നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ കരുണയോട് സംസാരിച്ചിട്ട് മഹാലക്ഷ്മി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കരുണ പുറകിൽ നിന്ന് തള്ളിയിട്ട ആ ഒരു കാര്യം, അത് കേട്ടതും തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും മഹാലക്ഷ്മിയുടെ അനുജത്തിയല്ലേ കരുണ, അവൾ ഇത്രയും ക്രൂരത മഹാലക്ഷ്മിയോട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെയൊക്കെ മനസ്സങ്ങനെയാണ്. എന്തായാലും ഞാൻ എലിസബത്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെയെന്ന് പറഞ്ഞ് തോമസ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. എലിസബത്ത് ഡോക്ടർ ചെന്ന് കണ്ടതും തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യം സംശയിച്ചായ എന്ന് പറയുന്ന നേരം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എങ്ങനെ അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചെടുക്കണം എലിസബത്ത് എന്ന് പറയുമ്പം രണ്ടുപേരെയും രക്ഷിച്ചെടുക്കണ കാര്യം സംശയത്തിലയച്ചായ, അത്രയ്ക്കും ശക്തിയായ വീഴ്ച ആ കുട്ടി വീണിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആ കുട്ടിയോട് പറഞ്ഞതാ ഒരുപാട് സൂക്ഷിക്കണമെന്ന്. ആ സമയം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അവർക്ക് ചുറ്റിനും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ എലിസബത്ത് എന്ന് പറയുമ്പം അതറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ കണ്ണൻ ആ കുട്ടിയെ ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്, ആ അനന്തുവിൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാ, ഇപ്പോൾ 2 ദിവസം കണ്ണൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കൊണ്ടുപോയതാ, എന്തായാലും ഇതുപോലെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല, എങ്ങനെയെങ്കിലും അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചെടുക്കണം എന്ന് പറയുമ്പം എലിസബത്ത് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്, അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കാം, പിന്നെ ദൈവങ്ങളുടെ തീരുമാനം പോലെയുള്ള കാര്യങ്ങൾ നടക്കണേ, അവരോട് പ്രാർത്ഥിക്കാൻ പറയാന്ന്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും എപ്പോഴും കാണാറുള്ള ആ സിദ്ധയായ ഒരമ്മ അമ്പലത്തിലിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടെൻഷനിൽ തന്നെയാണ് അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കണേന്ന്. എന്നിട്ട് അമ്മ
കണ്ണ് തുറന്ന് ഭഗവാനോട് പറയുന്നുണ്ട്, ആ മോൾക്കും ആ കുഞ്ഞിനും ഒന്നും വരുത്തല്ലേ ഭഗവാനെ, അവർക്ക് എപ്പോഴും കാവലായിട്ട് നിങ്ങൾ ഉണ്ടാവണേ, അവരോട് ഈ ചതി ചെയ്ത ദുഷ്ടജന്മങ്ങളെ വെറുതെ വിടരുത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നുണ്ട്. മാർക്കോ വന്നതും അമ്മ ഭയങ്കര പ്രാർത്ഥനയിലാണല്ലോ എന്ന് പറയുമ്പം, അതേ മാർക്കോ, ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേന്ന് ചോദിക്കുമ്പം മാർക്കോ അപ്പോൾ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ, മഹാലക്ഷ്മി ഇല്ലേ, മഹാലക്ഷ്മി ഒരു അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ആസ്പത്രിയിലാണ്. അത് കേട്ടതും മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്ത് അപകടത്തിലാണ് അമ്മ പെട്ടതെന്ന് ചോദിക്കുമ്പം, അപകടത്തിൽ പെട്ടതല്ല, ഒരാൾ പെടുത്തിയതാണ്. എന്നിട്ടിപ്പോൾ മഹാലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്, മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് ചോദിക്കുമ്പം, മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞിനും കാവലായിട്ട് ഭഗവാൻ എപ്പോഴും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കില്ല, പക്ഷേ കുറച്ച് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. അതോർത്ത് നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇപ്പം തൽക്കാലം കണ്ണമ്മോനും മഹാലക്ഷ്മിയും എല്ലാവരും കുറച്ച് സങ്കടപ്പെടുന്നു. അത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയെ അപകടത്തിൽപ്പെടുത്തിയവരെ ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്ന് പറയുമ്പം, അതിന് നീ സ്ത്രീകളെ തല്ലാറില്ലല്ലോ. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മഹാലക്ഷ്മിയെ അപകടത്തിൽപ്പെടുത്തിയത് കരുണയാണോ എന്ന്. ആ സമയം ആ അമ്മ ഒന്നും മിണ്ടണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മ ഇനി എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും ജീവൻ ഇപ്പോൾ ആകാശത്ത് എത്തിയിട്ടുണ്ടാവുന്നു. അത് കേട്ടതും മോഹിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി, നീ എന്ത് പറഞ്ഞടി, എൻ്റെ മോളും കുഞ്ഞും മരിച്ചു എന്നാണോടി നീ പറയണേ, നീ ഇത്ര ദുഷ്ടിയായി പോയാൽ എങ്ങനെയാടി, നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അതേ സ്വഭാവമല്ലോടി നിനക്ക്, നിന്നെ ഞാനിനി വെറുതെ വിടില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഈ കരുണയെ തല്ലുന്നുണ്ട്. ആ സമയത്ത് കരുണ മോഹിനിയെ പിടിച്ച് ഒരു ഉന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം മോഹിനിയാണെങ്കിൽ തെറിച്ച് നിലത്തേക്ക് വീഴുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.